നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതിയുടെ അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിലവിൽ സംസ്ഥാന ബഡ്ജറ്റ് ഈ മാസം 29-ാം തീയതിയാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് ഇനി ഉണ്ടാകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ആ സമയത്തെ വരാൻ സാധ്യതയുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള 2000 രൂപയായിരിക്കും ഈ മാസവും ലഭിക്കുക. ഇത് മുൻപ് മാസങ്ങളിലൊക്കെ വിതരണം നേരത്തെ ആക്കിയതിന് പിന്നിൽ സർക്കാരിൻ്റെ പ്രത്യേകമായിട്ട് ഒന്ന് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചൊക്കെയാണ് വിതരണം മുൻപൊക്കെ നേരത്തെ ആക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിലായിരിക്കും തുക എത്തിച്ചേരുക. ഇപ്പോൾ നമ്മളുടെ സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ സേവനം നമുക്ക് കാണാം. ഡിസംബർ വരെയുള്ള തുക നമ്മുടെ അക്കൗണ്ടിൽ പൂർത്തിയായിട്ടുണ്ട്. 2026 ജനുവരി മാസം മുതലുള്ള വിതരണം ഈ മാസം അവസാനമാകുമ്പോഴേക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അതിനുശേഷം സേവനയിൽ അതിൻ്റെ അപ്ഡേഷനും വരുന്നതായിരിക്കും. സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവരാണ് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത്, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ജനുവരി മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ്. ജനുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക. ഈ പ്രാവശ്യം മുതൽ APL വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ ആട്ട വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ട വരെ 17 രൂപ നിരക്കിൽ വാങ്ങാനുള്ള അവസരമുണ്ട്. എന്നാൽ APL വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്കും ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും അരി 2 കിലോ വീതമേ ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെഷ്യൽ അരി വിഹിതമൊന്നും ഈ മാസം അനുവദിച്ചിട്ടില്ല. എന്നാൽ ഡിസംബർ മാസം കൂടുതൽ ഭക്ഷ്യവിഹിതങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 22-ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 2000 രൂപ, അത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളുടെ ആയിരിക്കും വിതരണം നടത്തുന്നത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് തന്നെ വിവിധ മേഖലകളിൽ പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക് KYC ചിലർ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരെ വരുന്നുണ്ട്. ഇതുകൂടാതെ കർഷകർക്ക് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID രജിസ്റ്റർ ചെയ്ത കർഷക ID എടുക്കുന്ന കാര്യം മുൻപ് നമ്മൾ അറിയിച്ചിരുന്നതാണ്. താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെച്ചിരുന്നതാണ്. എന്നാൽ 2026-ൽ ഇത് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വളരെ വൈകാതെ ഇത് ആരംഭിക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധിയും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം വേണ്ട എല്ലാ കർഷകരും ഇതിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ 9-10 ക്ലാസ്സുകളിൽ നിലവിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം. സ്കോളർഷിപ്പിലേക്കുള്ള പോർട്ടൽ ഈ മാസം 15-ാം തീയതി വരെ തുറന്നിരിക്കും. അതായത് നമ്മളുടെ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു അറിയിപ്പ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദിവസേന വിവിധ അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.